ഗുഡ് മോർണിംഗ്. ഞാനിത് കുറേ നാളായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇവരെല്ലാവരും നാട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മയും ബ്രദറിൻ്റെ മക്കളൊക്കെ പോകുന്ന മുന്നേ എടുത്ത വീഡിയോ ആണ്. അവർ ഈദിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് കേട്ടോ നാട്ടിൽ പോയത്. അപ്പോൾ ഞങ്ങൾ ഇവരെയൊക്കെ കൂട്ടിയിട്ട് ഒരു ലയൺ സഫാരിക്ക് പോകാൻ നിൽക്കണം കേട്ടോ. ഞങ്ങളിതിന് മുന്നേ ഒരു വട്ടം പോയിട്ടുള്ളതാണ്. പക്ഷെ എല്ലാവരും കൂട്ടിയിട്ട് ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഫോട്ടോറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സഫാരി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് ക്ലോസ്ഡാന്ന് അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹാമിൽട്ടൺ ഉണ്ട് ഇവിടെ, നമ്മൾ ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ ട്രാവൽ വരുന്നുള്ളൂ. അവിടെയാണ് ഈ ലയൺ സഫാരി ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടാനിനെ ഞാൻ കുട്ടപ്പനാക്കി ഫുഡൊക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെ അടുത്തുള്ള ഒരു ടിമ്മ് കയറി ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കുകയാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ ഹെവി ഫുഡൊന്നും ഇവിടെ കിട്ടൂല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് കോഫി ഷോപ്പിൽ ഇങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ടാനിക്ക് സ്നാക്കായി കൊടുക്കാൻ ഞാൻ ഡോണറ്റ്സിൻ്റെ ഒരു ബോൾ ഷേപ്പിൽ വരുന്ന ടിൻബിറ്റ്സ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഒരു ചെറിയ പിസ്സ പോലത്തെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് നോർമൽ ചീസ് മാത്രമേ, ഡോവും ചീസേ വരുന്നുള്ളൂ, വേറെ ടോപ്പിങ്സ് ഒന്നും ഇല്ല. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങളിതാ നമ്മൾ ഹാമിൽട്ടണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ടിക്കറ്റ് പാസ് എടുത്തിട്ട് അകത്തേക്ക് കയറുകയാണ്. ഇവിടെ നമുക്ക് നമ്മളെ കാറിൻ്റെ ഉള്ളിൽ തന്നെ കയറിയാണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവരുടെ തന്നെ ഒരു ബസ് ഉണ്ട്, അതിൽ വേണമെങ്കിലും കയറാം. പക്ഷെ ഞങ്ങളെ കാറിൽ ആണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അകത്ത് കയറാമെന്നാട്ടോ വിചാരിച്ച്. ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ മന്തി ഉണ്ടാക്കിയത്. പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. നമ്മളിതിൻ്റെ അകത്തൊക്കെ കയറി ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേന് ഈവനിങ് ആവും. അപ്പോൾ എല്ലാവരും വിശന്നിരിക്കല്ലേ. അപ്പോൾ എന്തായാലും ഫുഡ് ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അകത്തോട്ട് കയറും. ഞാൻ റൈസ് ഒന്ന് ജസ്റ്റ് ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ചൂട് നിന്നോട്ടെ വിചാരിച്ചിട്ട് വരുന്ന സമയത്ത് ഞാനൊന്ന് ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കഴിക്കാതിരിക്കുകയാണ്, നല്ല വിശക്കുന്നത് എല്ലാവർക്കും. ഞാൻ ടാനിക്ക് പൊതുവേ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കരുതാറുണ്ട് കേട്ടോ. ഇന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് കാര്യമായിട്ടൊന്നും അവന് സ്പെഷ്യൽ വേറെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇതന്നെയാണ് കൊടുക്കുന്നത്. അവന് ഇതിൽ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് അവൻ കഴിച്ചോളും. ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് എന്തെങ്കിലും ടാനിക്ക് വേറെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്നാട്ടോ വിചാരിക്കുന്നത്. അവന് ഇത് നല്ല ഇങ്ങനെ പുറത്തിറങ്ങി നടന്നപ്പോൾ അവന് നല്ല ഇഷ്ടമായിരിക്കുന്നത്. നമ്മൾ ആനിമൽസിനെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ അവർ ഈ ഗേറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് തരണം കേട്ടോ. നമ്മൾ കയറിയ ഉടനെ തന്നെ അവരിത് ക്ലോസ് ചെയ്യും. ഈ ഫസ്റ്റ് ഗേറ്റിൽ എന്ന് പറഞ്ഞാൽ അത്ര ഡേഞ്ചറസ് ആനിമൽസ് ഒന്നുമല്ല ഉള്ളത്. പക്ഷേ ഈ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ 750 ഏക്കറിലാണ് ഈ പാർക്ക് നിൽക്കുന്നത്. അത്രയും വൈഡായിട്ടാണ് ഇത് കിടക്കുന്നത്. പിന്നെ 1969 ആണ് അവരിത് പബ്ലിക്കിന് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ആനിമൽസ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആയിരക്കണക്കിന് ആനിമൽസ് ആണ് ഇതിന് ഉള്ളിൽ ഉള്ളതെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് കുറേ കാറുകൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ലോലിയേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. മെല്ലെ മെല്ലെ നമുക്ക് കണ്ടിങ്ങനെ കയറാം. ലാസ്റ്റ് ടൈം വന്ന സമയത്ത് കുറേ മൃഗങ്ങളെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയുള്ള കാരണം എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുന്ന സംശയമാണ്. കുറേ ചിലപ്പോൾ അകത്തോട്ട് കയറിയിരിക്കുന്നുണ്ടാവാം, കുറച്ചൊക്കെ കാണുന്നുള്ളൂ. പക്ഷേ നല്ല രസമുണ്ട് നമുക്കിങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ. ഇവിടെ സ്ട്രിക്ട്ലി അവർ പറയുന്നുണ്ട് വിൻഡോസ് ക്ലോസ് ചെയ്ത് വെക്കണം എന്നുള്ളത്. അത് ചെക്ക് ചെയ്യാൻ തന്നെ അവർ പുറകെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ആണിത്. ഈ സീബ്രനെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ ആ ഒരു ലൈനും ഇതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടി കാണുമ്പോൾ ശരിക്കും
ശരിക്കും നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഈ ബുക്സിലൊക്കെ കാണൂലേ പിക്ചർ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് ശരിക്കും നമ്മളത് നേരിട്ട് കാണുകയാണല്ലോ. ഇതുപോലെ ജിറാഫ് കുറേ കൂട്ടമായിട്ട് നിൽക്കുന്നതും ഒരു സ്റ്റാച്ചു പോലെ അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. ടാനി പക്ഷേ എൻജോയ് ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. അവനൊന്നും മനസ്സിലാവണില്ല, അവന് നോക്കുന്നേ ഇല്ല. അവന് കാറിൻ്റെ ഉള്ളിൽ ഉള്ള ആക്ടിവിറ്റീസാണ്. അവന് കുറച്ച് ടോയ്സൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഒതുക്കി നിർത്തിയിട്ടുള്ളത്. പക്ഷേ ആളത്ര കുഴപ്പമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ആള് ഇങ്ങനെ ട്രാവൽ ചെയ്യണൊക്കെ അവന് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കുറച്ചൊക്കെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അവർ നല്ലോണം എൻജോയ് ചെയ്യും കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു ലേക്ക് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ആനിമൽസിനൊക്കെ വെള്ളം കുടിക്കാനുള്ള ലേക്കായിരിക്കാം. അതുകൊണ്ട് കുറേ ആനിമൽസൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം കാണാൻ തന്നെ. അപ്പോൾ ഇനി നമ്മൾ കിടക്കുന്നത് കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെ കാണാൻ. അതിനുള്ള ഗേറ്റാണ് ഇപ്പോൾ നമ്മൾ കടന്നത്. ഇതാ കണ്ടോ, ആ ബസ്സിലാണ് നമുക്ക് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം കേട്ടോ. ഇതിൽ ടൂറിസ്റ്റേഴ്സൊക്കെ വന്നാൽ ഇങ്ങനത്തെ ബസ്സിലാണ് പോവാറുള്ളത്. ഈ ഒരു സൈഡിലുള്ളത് ഫുൾ പുലി, അതുപോലെ സിംഹം, അങ്ങനത്തെ ആനിമൽസൊക്കെയാണ് കേട്ടോ. 2-3 പുലികൾ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇനി നെക്സ്റ്റ് അടുത്തത് സിംഹത്തിൻ്റെ ഇതിലോട്ടാട്ടോ പോകുന്നത്. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും നന്നായിട്ട് സിംഹത്തിനെ കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഭാവം പോലെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവർ ഫുഡൊക്കെ കഴിച്ച് മഴയൊക്കെ എൻജോയ് ചെയ്ത് ഇരിക്കുക തോന്നുന്നുണ്ട്. അവരിതാ ആ സൈഡിലൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്യാമറയിൽ നന്നായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഫോൺ ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിരിക്കുന്നത്. കാരണം വിൻഡോസ് ക്ലോസ് ചെയ്തിട്ടാണല്ലോ എടുക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ അവർ ഈ ഒരു ഇതിമേലായിരുന്നു കേട്ടോ അവർ കിടന്നിരുന്നതൊക്കെ. അപ്പോൾ എനിക്ക് നല്ല പിക്സൊക്കെ ലാസ്റ്റ് ടൈം കിട്ടിയിരുന്നു. ഇത്തവണ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കണ്ടോ, അവർ സെക്യൂരിറ്റിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അവർ ഫുൾ ചെക്കിങ്ങിന് ഉണ്ട്. ഞങ്ങൾ ഫുള്ള് കണ്ട് കഴിഞ്ഞു. പുറത്തിറങ്ങി. ഇവരുടെ ഒരു ഏരിയയിൽ തന്നെ ഇവർക്ക് ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ ഈ ബോട്ടിങ് വരുന്നത്. ഇതൊരു ചെറിയൊരു 5-10 മിനിറ്റ് വരുന്നൊരു ബോട്ടിങ് മാത്രമാണ്. ആദ്യത്തെ കുറച്ച് ആളുകൾ പോയിട്ടുണ്ട്. ഇനി അവർ തിരിച്ച് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കയറാൻ. അപ്പം ഞങ്ങളിവിടെ ലൈനിൽ നിൽക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ടാനി സെമിയുടെ അടുത്താണ് കേട്ടോ ഇരിക്കുന്നത്. ഇന്ന് ഫുള്ള് സെമിയാണ് നോക്കിയിട്ടുള്ളത്. പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഫുൾ ഹാൻഡ് ഓവർ ചെയ്ത് സെമിക്കാണ്. അവന് നല്ല അടിപൊളിയായിട്ട് സെമിയുടെ അടുത്ത് ഇരുന്നോളും. എൻ്റെ അടുത്താവുമ്പോൾ അവന് കുറച്ച് വാശിയൊക്കെ കാണിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ സെമിക്ക് അങ്ങ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ് ആളെ. എല്ലാവരും കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബോട്ട് എടുക്കാൻ സമയമായിട്ടുണ്ട്. ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞങ്ങൾ ഈ ബോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കിത് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എല്ലാവരും കൂടി വന്നതല്ലേ എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് കയറിയെന്ന് മാത്രം. ഇവിടെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് നമുക്ക് അതിലൊന്നും കയറാൻ പറ്റില്ല. നമുക്ക് ബേർഡ്സ് അങ്ങനത്തെ കുറേ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ബേർഡ്സിൻ്റെ തന്നെ സ്നേക്ക് അതൊക്കെ ഉണ്ട്. പക്ഷേ മഴ ആയതുകൊണ്ട് പറഞ്ഞാൽ പുറത്തിറങ്ങും തന്നെ ഒരു സുഖമില്ല. ബോട്ടിലാണെങ്കിലും സീറ്റെല്ലാം വെള്ളത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും വേറെ റൈഡൊന്നും കയറണ്ട വിചാരിച്ചു. പെട്ടെന്ന് തീരും ചെയ്യും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു രസം തീർന്നു. പിന്നെ വലിയ സംഭവമായിട്ടൊന്നുമില്ല. എന്നാലും വെറുതെ എല്ലാവരും കൂടി വന്നതല്ലേ എന്നുള്ള സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രം. ടാനി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവന് ബേർഡ്സ് ഒക്കെ കാണുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവുമായിരിക്കും. മഴ ആയതുകൊണ്ട് അവനെയും കൊണ്ട് നമുക്ക് അധികം നേരം ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റില്ല. ഇവിടെ അതുപോലെ ചിൽഡ്രൻസിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ വാട്ടർ തീം പാർക്ക്, അതുപോലെ ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഒന്നും ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്തവണ പോകാനും സമയമില്ല. കുട്ടികളെ കൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഇതിനകത്തുണ്ട്. നമുക്കിനി വേറെ ഒന്നും കാണാനൊന്നുമില്ലല്ലോ. കുറച്ച് മഴയൊക്കെ ഉള്ള കാരണം വേറെ നമ്മൾ ഇവിടെ പെറ്റ്സ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്കൊന്നും ഇപ്പോൾ പോണില്ല. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇവർ ടൂറിസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഇവർ ഇതുപോലെ ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ പാർക്കിംഗ് ആണെങ്കിലും എല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇതുപോലെ ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡ്സിലും പുറത്ത് പോകാറുണ്ട് കേട്ടോ. ടാനി നല്ല എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇങ്ങനെ ഔട്ടിങ്ങിന് ഇറങ്ങുന്നതൊക്കെ. ഈ ഒരു വീഡിയോ വ്ളോഗാക്കി എടുക്കാൻ മാത്രമുള്ള ഒന്നുമില്ലയെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊരു മെമ്മറിയും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.